മേരി തോമസ് രചിച്ച മഴയുവതി എന്ന കവിതാ സമാഹാരം സിപ്പി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു. കെ.എ. തോമസ് പുസ്തകം ഏറ്റുവാങ്ങി. കേസരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗോതിരുത്ത് കടൽവാതുരത്ത് ഹോളിക്രോസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കെ.എ. ജോഷി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് തേലക്കാട്ട്, ഷിപ്പി സെബാസ്റ്റ്യൻ, ടൈറ്റസ് ഗോതിരുത്ത്, മോഹൻ ചെറായി, മേരി ജോൺ, റാണി ജോസഫ്, മേരി എം.ജെ, വി.ആർ. നോയൽരാജ്, സാജൻ ചക്യാത്ത്, എസ്. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിർത്തികളില്ലാത്ത മോഹങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കവിതയാണ്. അതിങ്ങനെയാണ്: എന്നാലും നദിയെ, നിന്നെ നോക്കി നിർനിമേഷനായി നിൽക്കുമ്പോൾ നിന്നോടൊപ്പം ഒഴുകിയൊഴുകി നിന്നിലെ ചിപ്പി മുങ്ങിയെടുത്ത ചിപ്പിക്കുള്ളിലെ മുത്തിനെ മുത്താനും അങ്ങനെ എന്തെന്തു മോഹങ്ങൾ എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത്. അതുപോലെ സൗഹൃദത്തെക്കുറിച്ചുള്ള കവിത, ആ കവിത അവസാനിക്കുന്നത് ഭാവനയുടെ വിശാലമായ ലോകം തുറന്നിട്ടുകൊണ്ടാണ്. നിൻ സൗഹൃദ വലയത്തിൽ അമരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭാവന വിരിയുകയായി എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. കാറ്റെന്ന കവിത ഇങ്ങനെ അവസാനിക്കുന്നു: കാറ്റെ, നിന്നെ മന്ദമാരുതനായി കാണാനാണ് എനിക്കിഷ്ടം. തരുമോ കുളിരും കുളിരിൽ നിറയും കിനാക്കളും. ഈ കവിതയും കൂട്ടിക്കൊണ്ടുപോകുന്നത് കിനാവിൻ്റെ നിറവുള്ള വിശാലമായ ലോകത്തേക്കാണ്. ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഈ കവിതാ സമാഹാരത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ആർക്കാണ് അറിയുക എന്നുള്ളൊരു കവിത ഇതിലുണ്ട്. അതാണ് വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത. കാരണം ദൈവത്തിലേക്കുള്ള, ഈശ്വരനിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ കവിത. ആരും കോരി നിറയ്ക്കാതെ താനെ നിറയുന്ന കേരകുംഭമേ, നിന്നിൽ തേൻ സാഗരം നിറച്ചതാരെന്ന് അറിയാമോ? കുറെ ചോദ്യങ്ങളാണ്. ഒരു കൈവിരലാലും ചായം ചേർക്കാതെ കണിക്കൊന്ന സ്വർണത്താലി ചാർത്തിയത് എങ്ങനെയെന്ന് അറിയുമോ? ആരും സ്വരരാഗം ചൊല്ലിക്കൊടുക്കാതെ പൂങ്കുയിൽ കണ്ടത്തിൽ സപ്തരാഗങ്ങൾ നിറച്ചത് എങ്ങനെയെന്ന് അറിയുമോ? ഇങ്ങനെ ആന്റി കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി കൂടുതൽ ഈ കവിതയെക്കുറിച്ചോ കവിതാ സമാഹാരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ മുൻപറഞ്ഞ കവിത വിശ്വസൃഷ്ടാവിൻ ലീലാവിലാസങ്ങളാണിവയെന്ന് അറിയുമോ? പറയാതെ അറിയുമോ? അവിടേക്കാണ്, വിശ്വസൃഷ്ടാവിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ദൈവത്തിലേക്ക് മനുഷ്യ മനസ്സിനെ വഴി നടത്തുന്ന ഒരു കവിതയായി കവിത മാറുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ മേരി ആന്റിക്ക് അഭിനന്ദനങ്ങൾ. നമുക്കെല്ലാം ആനന്ദവും അഭിമാനവും പകരുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഈ സദസ്സ് കണ്ടാൽ തന്നെ അറിയാം. എല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടിയാണ് ഒരുമിച്ചിരിക്കുന്നത്. ഗോതിരത്തിൽ ജനിച്ച് വളർന്ന, കളത്തിൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു അധ്യാപികയുടെ പണിക്കശ്ശേരി കുടുംബം. അപ്പോൾ ആ ധന്യ അധ്യാപികയുടെ ആദ്യത്തെ പുസ്തകം എഴുത്തൊക്കെ തുടങ്ങിയിട്ട് വളരെ കാലമായി. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേസരി കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലേ എഴുതാനുള്ള കഴിവ് മനസ്സിൽ കയറി പറ്റിയതാണ്. പക്ഷെ അന്നൊക്കെ എഴുതാൻ മടിച്ചു നിന്നു, അല്ലെങ്കിൽ പതുക്കെ മാറി നിന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പല ജീവിത സാഹചര്യങ്ങളും അതിന് ഉണ്ടാകാം. പക്ഷെ അധ്യാപികയായതിന് ശേഷം ടീച്ചർ എഴുതിയിരുന്നെങ്കിലും അത് പുസ്തക രൂപത്തിൽ വന്നില്ല, കവിതാ രൂപത്തിൽ വേറെ എങ്ങും പ്രസിദ്ധീകരിച്ചില്ല. അത് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാനുള്ള പല അഭിനയ ഗാനങ്ങൾ, നൃത്തഗാനങ്ങൾ, ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അത് ഭർത്താവ് ശ്രീ തോമസ് സാറിനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ എഴുത്ത് തുടങ്ങി ഓരോ വിദ്യാലയത്തിലും നടക്കുമ്പോൾ, വെള്ളാങ്കല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യത്തിൻ്റെ ആസ്വാദകരുടെ എല്ലാം തട്ടകമാണ്. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് നല്ല പ്രോത്സാഹനം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് മലപ്പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി. ആ കാലത്തും ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി ധാരാളം എഴുതി. പക്ഷെ അതെല്ലാം നമ്മൾ ആരും കണ്ടില്ല എന്നതാണ് സത്യം.
ഈ അടുത്ത കാലത്താണ് നോയൽ രാജൻ്റെ നേതൃത്വത്തിലുള്ള അവരെല്ലാം ചേർന്നുള്ള ഈ കൂട്ടായ്മ, കേസരി കൂട്ടായ്മയിലെ ആളുകൾ ടീച്ചറുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് മേരിയുടെ കവിതകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു സമാഹാരമാക്കി പ്രസിദ്ധീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. ഈ നോയൽ രാജൻ അങ്ങനെ ചില ഒരു കിങ് മേക്കറാണ്. വളരെ കാലമായി നമ്മുടെ സായാഹ്ന കൈരളി പത്രം ഉണ്ടായിരുന്ന കാലത്ത് എത്രയോ പേര് ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുവന്ന് എഴുതിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ കൂട്ടായ്മയിലെ ഒരു പ്രധാനിയായിരുന്നു. മേരി ടീച്ചറെ അറിയാം. അപ്പോൾ ടീച്ചറുടെ പുസ്തകം വന്നേ തീരൂ ഞങ്ങളുടെ സമരം എന്ന് പറയുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഈ ചോദ്യം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 30 കവിതകളുള്ള ഒരു പുസ്തകം. ഈ കവിതാ സമാഹാരം മഴ യുവതി എന്ന കവിതാ സമാഹാരം നമ്മൾ ഒരാവർത്തി വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരനുഭവവും ഇതുതന്നെയാണ്. വേനൽക്കാലത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മഴ. ആ മഴ എത്രമാത്രം സന്തോഷവും ആനന്ദവുമാണ് നമുക്കുണ്ടാക്കുന്നത്. അതേ പ്രതീതിയാണ് ഈ കവിതാ സമാഹാരം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 1977, 79 കാലഘട്ടങ്ങളിൽ പറവൂരിലെ കേസരി കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. അന്നൊന്നും മേരിയെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. കാരണം മേരി ഏറ്റവും മുൻനിരയിലാണ് ഇരിക്കുന്നത്. ഏകദേശം നമുക്ക് തിരിച്ചറിയേണ്ടി വന്നത് ഒരു 45 വർഷത്തിന് ശേഷമാണ്. 45 വർഷമായി ഞങ്ങൾ കൂടിച്ചേർന്നിട്ട്. ഇങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കറിയില്ല. ഒരു കവിതയോ അതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഗോതിരത്തിൻ്റെ മണ്ണിലേക്ക് ഒരു കവയിത്രി ജനിക്കുകയാണ്. അത് വേറെ ആരുമല്ല, മേരി തോമസ്. ഈ അടുത്ത കാലത്താണ് മേരി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോഴാണ് സ്കൂൾ ടീച്ചറായി, പ്രധാനാധ്യാപികയായി വാഴച്ചാലിൽ നിന്ന് വിരമിച്ച വിവരം അറിയുന്നതും കൂട്ടത്തിൽ കവിത എഴുതും എന്നുള്ള ഒരു കാര്യം കൂടെ അറിയാൻ ഇടവന്നു. അപ്പോൾ വെള്ളാങ്ങല്ലൂർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. കേസരി കൂട്ടായ്മയിൽ വന്നതിന് ശേഷം വല്ലപ്പോഴും കവിത എഴുതിയിരുന്ന മേരി സ്ഥിരമായി കവിത എഴുതാൻ തുടങ്ങി. കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ സ്ഥിരമായി എഴുതുന്ന മേരി ദിവസവും കവിത എഴുതാൻ തുടങ്ങി. പിന്നെ ആ കവിതകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിർബന്ധമായും ഒരു ദിവസം ഒരു കവിത എന്ന നിലയിൽ എഴുതിക്കൊണ്ടിരുന്നു. അതിപ്പോൾ 7 മാസമായിട്ട് ഒട്ടും മുടക്കം വരാതെ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.